ഇന്ന് വല്ലാത്തൊരു ട്രെൻഡ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, പരിശുദ്ധമായ ഖുർആനിലുള്ള ഒരു വലിയ മഹത്തായ വാചകം ലഇൻ ശകർതും ലഅസീദന്നകും. ആ ഒരു വാക്യം ഇന്ന് ആളുകൾ മുഴുവനും അവരുടെ വാഹനത്തിന്റെ പുറത്ത് എഴുതി വെക്കുന്നത് ഒരു ട്രെൻഡായി ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ കലാം, ആ അള്ളാഹുവിന്റെ കലാമിന്റെ മഹത്വം അറിയുന്ന ആളുകൾക്ക് അത് എവിടെയെങ്കിലും എഴുതി വെക്കാനോ അതെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാനോ ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും റീൽസ് വിടുമ്പോഴത്തേക്ക് ആ റീൽസിന്റെ പിന്നാലെ നമ്മളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന അന്തരീക്ഷം ഉണ്ടാവാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ അത് ബഹുമാനിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. അള്ളാഹുവിന്റെ കലാം വലിയ ആദരവോടുകൂടെ കാണേണ്ട കലാമാണ്. ആ കലാമിനെ വൃത്തിയില്ലാത്ത സ്ഥലത്ത്, നജസാവാൻ സാധ്യതയുള്ള സ്ഥലത്ത്, പൊടിപുരളാൻ സാധ്യതയുള്ള സ്ഥലത്ത് എഴുതി വെക്കുക എന്നത് ഉള്ളിൽ ആത്മീയത ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും തന്നെ സാധ്യമല്ല. നമുക്കറിയാം, ആലിമീങ്ങളെ കാണുമ്പോൾ നമ്മളെല്ലാവരും വലിയ ബഹുമാനത്തോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കാറുണ്ട്. എന്നാൽ ഫത്ഹുൽ മുഈൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കാണാം, ആലിമീങ്ങളെ കാണുമ്പോൾ എത്രമാത്രം ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ അതിലപ്പുറം ബഹുമാനത്തോടെ പരിശുദ്ധമായ ഖുർആൻ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഈ സമയത്താണ് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ അതൊരു വലിയ ആത്മീയതയുടെ അടയാളമായി മനസ്സിലാക്കിയിട്ട് ആ ആത്മീയത പ്രകടനങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ എങ്ങനെ വ്യഗ്രത കൊള്ളുകയാണ്. ഒരിക്കലും തന്നെ പരിശുദ്ധമായ ഖുർആനിനെ അപമാനിക്കാൻ നമ്മൾ കാരണക്കാരാവാൻ പാടില്ല.